ദൈവനാമത്തിൻ്റെ മഹത്വം. ഏവർക്കും കർത്തൃനാമത്തിൽ വന്ദനം. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ലഘു പഠനമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തെ ആകമാനം വിലയിരുത്തിയുള്ള ഒരു വിസ്തൃത പഠനമല്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില സംഭവങ്ങൾ, ചില പ്രത്യേക കാര്യങ്ങൾ എടുത്തു കാട്ടി അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ചില ഗുണവിശേഷങ്ങൾ പാഠമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതായ കാര്യം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഉൽപ്പത്തി 12-ന്റെ 1 മുതൽ 4 വരെ ഒന്ന് വായിക്കാം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അബ്രഹാം ജനിച്ചത് കൽദയരുടെ ഊര് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. നാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ന്റെ 1 മുതൽ 4 വരെ വാക്യങ്ങളിലും അത് കാണാം. ഊര് എന്ന ആ ദേശത്തിൻ്റെ പ്രത്യേകത, അത് വിഗ്രഹാരാധനയുടെ ഒരു നടുസ്ഥലമായിരുന്നു. ആളുകൾ മുഴുവനും മ്ലേച്ഛമായ വിഗ്രഹാരാധനയിൽ മുഴുകിയിരുന്നു. അതാണ് ഊരിൻ്റെ പ്രത്യേകത. എന്നാൽ ദൈവം വെളിപ്പെടുത്തിയതനുസരിച്ച് അബ്രഹാമിൻ്റെ പിതാവ് അബ്രഹാമിനെയും കൂട്ടി ഹാരാനിൽ വന്ന് പാർത്തു. അങ്ങനെ ഹാരാനിലാണ് പിൽക്കാലത്ത് അബ്രഹാം വളർത്തപ്പെട്ടത്. ഹാരാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹാരാൻ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. ചുറ്റുപാടുള്ളതായ ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വ്യാപാരത്തിനു വേണ്ടി, ബിസിനസ്സിനു വേണ്ടി ഹാരാനിൽ വരുമായിരുന്നു. അതുകൊണ്ട് ഹാരാന്യ നിവാസികൾ പൊതുവെ ഏതെങ്കിലും നിലയിൽ പണമുണ്ടാക്കണം എന്ന ഏക ഉന്നമുള്ളവരായിരുന്നു. അവരൊരു ഭൗതികവാദ ആശയത്തോടു കൂടിയ ജനമായിരുന്നു. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവം അബ്രഹാമിനെ പ്രത്യേകം വിളിച്ച് വേർതിരിച്ചില്ലായിരുന്നെങ്കിൽ ഊരിൻ്റെ ആ വിഗ്രഹാരാധന എന്നതായ സ്വാധീനതയിലും ഹാരാൻ്റെ ഭൗതികവാദം എന്നതിൻ്റെ സ്വാധീനതയിലും അബ്രഹാമിൻ്റെ ജീവിതം രൂപപ്പെടുമായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ കൃപയാൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു എന്ന് നാം കാണുന്നു. അബ്രഹാമിൻ്റെ ആദ്യത്തെ പേര് അബ്രാം എന്നായിരുന്നു. അതിൻ്റെ അർത്ഥം ഉന്നത പിതാവ് എന്നാണ്. എന്നാൽ ദൈവം അബ്രഹാമിൻ്റെ പേര് അബ്രാം എന്നുള്ളത് മാറ്റി അബ്രഹാം എന്നാക്കി. അബ്രഹാം എന്ന ആ പേരിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക് പിതാവ് എന്നാണ്. നാം അത് ഉൽപ്പത്തി 17-ന്റെ 4, 5 എന്നീ വാക്യങ്ങളിലും നെഹമ്യാവ് 9-ന്റെ 7-ലും ഒക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. എന്നാൽ ഇതിൻ്റെയൊക്കെ ആരംഭത്തിൽ അബ്രഹാമിന് വന്ന വിളിയെക്കുറിച്ച് നാം കാണുമ്പോൾ നാം വായിച്ചു കേട്ടതുപോലെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ നിന്റെ ദേശത്തെയും പിതൃദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. മലയാളത്തിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒരു മുന്നറിയിപ്പോടു കൂടിയ ഭാഷയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഗെറ്റ് ദി ഔട്ട് ഓഫ് യുവർ ലാൻഡ് എന്ന് പറഞ്ഞാൽ, നീ വേഗം നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് പൊയ്ക്കോ കേട്ടോ. ഏതോ അപകടം പതിയിരിക്കുന്ന സ്ഥാനത്ത് രക്ഷപ്പെട്ടു കൊള്ളാനുള്ള നിർദ്ദേശം, ഒരു വാർണിംഗ് കൊടുക്കുന്നത് പോലെയാണ്. അത് വളരെ ശരിയാ. ഈ വിഗ്രഹാരാധികളുടെയും
ഈ ഭൗതികവാദികളുടെയും നടുവിൽ അബ്രഹാം ജീവിച്ചാൽ അവർക്ക് വരാൻ പോകുന്ന ശിക്ഷയും ന്യായവിധിയും അബ്രഹാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അബ്രഹാമിനോട് നീ വേഗം ഇതൊക്കെ വിട്ടു പോയിക്കോ എന്ന് പറയുന്നത് പോലെയായിരുന്നു ആ വിളി. ഞാൻ എന്താണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചാൽ, അബ്രഹാമിനെ വിളിച്ച ദൈവം ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്നു. ഇന്ന് ദൈവം വിളിക്കുന്നത് തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ അനേകരും ആ വിളി കേട്ടവരാണ്, അബ്രഹാമിനെ പോലെ പുറപ്പെട്ടിരിക്കുന്നവരാണ്. എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്, ദൈവം ഇന്നും വിളിക്കുന്നുണ്ട്. ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളിയിൽ ഈ ആശയമുണ്ട്. ഏതാശയം? വരുവാനുള്ള ദൈവകോപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഈ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഉഗ്രമായ ന്യായവിധിക്ക് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് ദൈവം തൻ്റെ പുത്രനിൽ കൂടെ ഓരോരുത്തരെയായിട്ട് വിളിച്ച് വേർതിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ വിളി ഇന്നും ദൈവം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപകടത്തിൽ നിന്നുള്ള വിടുതൽ എന്ന് മാത്രമല്ല. അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി വയ്ക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. എന്തൊരു ബൃഹത്തായ അനുഗ്രഹമാണ് ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്നും അതുപോലെ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ നമ്മെ വിളിക്കുമ്പോൾ ഈ രണ്ട് ഘടകങ്ങളുമുണ്ട്. ഒന്ന്, ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞ് രക്ഷപ്പെടുവാൻ തക്കവണ്ണം. രണ്ട്, ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നാം വായിക്കുന്നത് പോലെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയുള്ള വിളിയാണ്. ആ വിളി ദൈവം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിളി കേട്ട് അനുസരിച്ച് വിശ്വാസ യാത്ര പുറപ്പെട്ടിരിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളങ്ങനെ വിളി കേട്ട് അനുസരിച്ച് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിതൊരവസരമാണ്. ഞാനിതാ വരുന്നു കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ദൈവവിളി കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇതാ പുറപ്പെടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കും പുറപ്പെടാനായിട്ട് സാധിക്കണം. അതാണ് പ്രധാനമായിട്ടും ഈ ദൈവ വിളിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഇനി അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ പുറപ്പെടുക എന്നുള്ള അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം അവർ മറ്റെല്ലാ കൂട്ടുകുടുംബമായിട്ടൊക്കെ എല്ലാവരും കൂടെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അബ്രഹാം തൻ്റെ കുടുംബവുമായിട്ട് അങ്ങ് ഇറങ്ങി പുറപ്പെടാൻ പോവുക. അതുമാത്രമല്ല, ദൈവം വിളിച്ചപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ടുമില്ല. എന്തൊരു സങ്കടകരമായ കാര്യം. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ പുറപ്പെടുമ്പോൾ എവിടേക്കാണ് പുറപ്പെടുക? അതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അബ്രഹാമിനോട് ചുറ്റിപ്പറ്റിയുള്ള കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരിത് കേൾക്കുമ്പോൾ അബ്രഹാമിനെ ഗുണദോഷിച്ച് കാണും. പലതരത്തിലുള്ള ഗുണദോഷങ്ങൾ ഞാനിങ്ങനെ ഏകദേശം ഒന്ന് അനുമാനിച്ച് പറയുക. അബ്രഹാമിനേക്കാൾ പ്രായമുള്ള, അബ്രഹാമിന് തന്നെ 10-75 വയസ്സായി, വിവാഹിതനാണ്, ഇതൊക്കെ ഉണ്ട്. അതിനേക്കാൾ പ്രായമുള്ളവരും അനുഭവ സമ്പത്തുള്ളവരൊക്കെ പറഞ്ഞു കാണും, അയ്യോ അബ്രഹാമേ, നീ അങ്ങനെ പോകരുത്, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നീ തൊലയും, നീ എല്ലാവരും കൂടെ നശിച്ചു പോകും, ഒരുമിച്ചൊക്കെ വസിക്കുന്നത് ആ ബലം, ഒറ്റപ്പെട്ടൊക്കെ അങ്ങ് പോയാൽ, അതും എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ പോകുക എന്ന് പറഞ്ഞാൽ എന്തൊരു ശോചനീയ അവസ്ഥയാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. കുറഞ്ഞ പക്ഷം എവിടേക്കാണ് പോകേണ്ടതെന്ന് ദൈവം പറയട്ടെ, അതുവരെയെങ്കിലും കാത്തിരിക്കുക, അത് കഴിഞ്ഞിട്ട് പോയാലും തിരക്കേടില്ല എന്നൊക്കെയുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്നതായ ഉപദേശം കൊടുത്ത ആളുകൾ കാണും. അതൊക്കെ കേൾക്കുമ്പോൾ അബ്രഹാമും മനുഷ്യനല്ലേ, തനിക്കും ചിന്തിക്കാം, ശരിയാ. പിന്നെ രണ്ടാമതൊരു കൂട്ടർ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ കാര്യകാരണ സഹിതം ഒക്കെ പറയുന്നവരായിരിക്കും. ഇതൊക്കെ വളരെ വിഡ്ഢിത്തരമാണ്, ഇത്തരം ബുദ്ധികേടൊന്നും ചെയ്യരുത്, ഇതൊക്കെ മറ്റുള്ളവർക്കും കൂടെ ഒരു തെറ്റായ മാതൃകയായിരിക്കും, അതുകൊണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് സ്വല്പം പരുഷമായിട്ടൊക്കെ പറഞ്ഞവരും കാണാം. എനിക്ക് തോന്നുന്നത് യവനക്കാരുടെ ഒരു തലമുറ കുറച്ച് അരിശത്തിലും പറഞ്ഞു കാണും, ഏത് ദൈവം വിളിച്ചെന്നാണ് ഈ പറയുന്നത്, ഞങ്ങളൊന്നും ഇവിടെ ഇല്ലേ, ഞങ്ങളാരും ഈ വിളി കേട്ടില്ലല്ലോ, ഇയാൾ മാത്രം ഇങ്ങനെ ദൈവം വിളിച്ചു എന്നും പറഞ്ഞു പോകാൻ നിർത്തയാളെ, അങ്ങനെയൊന്നും വിടരുത്, നാളെ വേറൊരുത്തൻ എന്നെ ദൈവം വിളിച്ചു എന്ന് പറഞ്ഞു പോകും, ഇങ്ങനെ നമ്മളെല്ലാവരും ശിഥിലീകരിക്കപ്പെടും, അതിനിടവരരുത്, ഇതെന്താ ഇത് എന്നൊക്കെ കോപിച്ച് പറഞ്ഞവരും കാണും. ഈ ഗ്രൂപ്പുകളുടെ നടുവിൽ നിന്നാണ് അബ്രഹാം വിശ്വാസത്തോടെ പുറപ്പെട്ടത്.
അത്ഭുതകരമായ പുറപ്പെടൽ. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ പുറപ്പെട്ടു. ബസ്സിൽ കയറിയിരുന്ന് കണ്ടക്ടർ വന്ന് ടിക്കറ്റ് തരാനായിട്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുക? തലയ്ക്ക് സുഖമില്ലാത്തവർക്ക് അങ്ങനെ പറയാനൊക്കെ ഉള്ളൂ. അബ്രഹാം എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? എവിടേക്ക് പോകുന്നു എന്ന് അറിഞ്ഞുകൂടെങ്കിലും പുറപ്പെടാൻ പറഞ്ഞ ദൈവത്തെ അബ്രഹാമിനറിയാമായിരുന്നു. തേജോമയനായ ദൈവത്തെ ദർശിച്ചവനായ അബ്രഹാം അവൻ്റെ വാക്ക് കണ്ണടച്ചനുസരിക്കുവാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് എവിടേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞുകൂടെങ്കിലും അബ്രഹാം പുറപ്പെട്ടത്. ഞാൻ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിച്ചപ്പോൾ വളരെ പ്രായോഗികമായിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു. കാര്യം അബ്രഹാം അത് ചെയ്തു, നല്ല കാര്യം, ഗംഭീര കാര്യം. എന്നാലും എങ്ങനെയാണ് പുറപ്പെട്ടത്? എവിടേക്കാണ് പുറപ്പെട്ടത്? ഞാനപ്പോൾ വിചാരിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുകയാണെങ്കിൽ ഞാൻ വാതിലിൽ നിന്ന് പുറത്ത് വന്ന് ആ മുറ്റത്തൂടെ നടന്ന് പടിയുടെ അവിടെ എത്തും. പടി തുറന്ന് പുറത്ത് കിടന്നാൽ ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ഇടത്തോട്ടാ പോവുക, വലത്തോട്ടാ പോവുക, എവിടേക്കാണ് പോവുക? എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവം ഇസ്രായേലിനോട് പറയുന്നതായ കാര്യമാണ്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം നീ കേൾക്കും. മകനെ, ഇതാകുന്നു വഴി, ഈ വഴിയെ പൊയ്ക്കൊള്ളുക. ദൈവം അങ്ങനെയും നയിക്കുന്നവനാണ്. ദൈവം അബ്രഹാമിനെ അങ്ങനെ നടത്തി എന്ന് മനസ്സിലാക്കാം. ഒരു പക്ഷേ ഒരു റോഡിൻ്റെ ഇടത്തോ വലത്തോ ആയിരിക്കണമെന്നില്ല. അബ്രഹാമിന് പ്രേരണ ലഭിച്ചതനുസരിച്ച് അടുത്ത ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു. ആ ഗ്രാമത്തിൽ ചെന്നിട്ട്, കർത്താവേ, യഹോവേ, ഇനി ഞാൻ എങ്ങോട്ടാ? നീ ഇന്ന ഗ്രാമത്തിലേക്ക് ചെല്ല്. അങ്ങനെ ആയിരിക്കാം. ഏതായാലും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര വിശ്വാസത്തിൻ്റെ ഒരു ഗംഭീരവും അപ്പോൾ തന്നെ മനോഹരവുമായ ഒരു യാത്രയായിരുന്നു. ദൈവം തൻ്റെ മക്കളെ ചിലപ്പോഴൊക്കെ അങ്ങനെ നടത്തും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നറിയാതെ നയിക്കപ്പെടുന്നതായ അവസ്ഥ. മഹാകവി KV സൈമൺ സാറ് തൻ്റെ ഒരു പാട്ടിൽ പാടിയ ഒരടി ഇങ്ങനെയാണ്: മുന്നിലൊരു ചുവടുവയ്പ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, മുന്നിലൊരു ചുവടുവയ്പ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്കു ശേഷമെല്ലാം ദൈവഹിതം, ആയതു മതിയെനിക്കു ശേഷമെല്ലാം ദൈവഹിതം. ഭക്തന്മാരെ ദൈവം നടത്തിയ വഴി അതിവിദൂരതയിലൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഭക്തൻ പാടുകയാണ്, അത് വേണ്ട കർത്താവേ, അടുത്ത ചുവട് വയ്ക്കാനുള്ള ഇടം കാണിച്ചു തന്നാൽ മതി, അതിൻ്റെ ശേഷം പിന്നത്തെ ചുവട് വയ്ക്കുവാൻ. അബ്രഹാമിനെ ദൈവം ആ നിലയിലാണ് നടത്തിയത്. വിശ്വാസ വീരനായ അബ്രഹാം താൻ യാത്ര തിരിച്ചു. പക്ഷേ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു കടുത്ത പരിശോധന ഏർപ്പെട്ടു. നാം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, അബ്രഹാം ചെന്നെത്തിയ ദേശത്ത് ക്ഷാമമെന്ന് മാത്രമല്ല, ക്ഷാമം അതികഠിനമായിരുന്നു. എത്തൊരു കഷ്ടം! ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടിരിക്കുക. ദൈവാത്മാവിൻ്റെ നടത്തിപ്രകാരമാണ് വരുന്നത്. ദൈവം കൊണ്ട് എത്തിച്ച സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ ക്ഷാമം. എന്നാൽ മിസ്രൈമിൽ ക്ഷാമമില്ല. മിസ്രൈം ഈ ലോകത്തിൻ്റെ ഒരു ചിത്രമാണ്. മിസ്രൈമിലെ രാജാവ് ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിൻ്റെ ഒരു നിഴലാണ്. ആ മിസ്രൈമിൽ ഒരു ക്ഷാമവും ഇല്ല. ദൈവം അബ്രഹാമിനെ വിളിച്ചു കൊണ്ടുവന്നാക്കിയ സ്ഥലത്ത് ക്ഷാമം. ഇത് വളരെ ഒരു ശോചനീയമായ കാര്യമാണ് മാനുഷികമായി ചിന്തിക്കുമ്പോൾ. ദൈവത്തിന് അതിൽ ഉദ്ദേശങ്ങളുണ്ട്, ദൈവം അത് നിറവേറുകയും ചെയ്യും. എന്നാൽ മാനുഷികമായിട്ട് ഇങ്ങനെ ഭവിക്കാം. ഒരു ദൃഷ്ടാന്തം നിങ്ങൾക്കറിയാമല്ലോ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. മർക്കോസ് 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചതിൻ്റെ ശേഷം
ആളുകളൊക്കെ വന്നൊരു പക്ഷേ ശിഷ്യന്മാരോടൊക്കെ വളരെ നന്ദിട്ടാ, നിങ്ങൾ ചെയ്ത് വലിയ ഉപകാരമായി എന്നൊക്കെ അഭിനന്ദനത്തിൻ്റെ ചില വാക്കുകൾ പറഞ്ഞേനെ. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാൻ സമ്മതിക്കാതെ കർത്താവ് ആ ശിഷ്യന്മാരെ നിർബന്ധിച്ച് പടക് കയറി അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു, ഗലീല കടലിൻ്റെ അക്കരയ്ക്ക്. നാം അവിടെ വായിക്കുന്നത് കർത്താവ് അവരെ നിർബന്ധിച്ചു. ഒരു പക്ഷെ അവരെങ്ങാനും നിൽക്ക് കർത്താവേ, ഒരു 2 മിനിറ്റ് ഇവരൊക്കെ ഒന്ന് കണ്ട് 2 വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് പക്ഷെ പറഞ്ഞു കാണും. അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. എഴുതിയിട്ടുള്ളത് കർത്താവ് അവരെ നിർബന്ധിച്ച് പടക് കയറ്റി അയച്ചു. എന്നിട്ട് കർത്താവ് തനിയെ മലയിൽ പ്രാർത്ഥിക്കാൻ പോയി. അത്ര നിർബന്ധിച്ച് കർത്താവ് പറഞ്ഞയച്ചിട്ട് എന്താണേ ആ ഗലീല കടലിൻ്റെ നടുവിൽ അവരകപ്പെട്ടു പോയി. വലിയ കൊടുങ്കാറ്റ് അവർക്കെതിരായിട്ട് വീശി. ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലിച്ച് വലഞ്ഞു. അപ്പോൾ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്നൊരു കമൻറ്റ് പാസ്സാക്കാം, അവരുടെ ആ യാത്ര ദൈവഹിതപ്രകാരമൊന്നുമല്ല, അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം പ്രതികൂലങ്ങളുണ്ടായതെന്ന്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് പോയാലും പ്രശ്നങ്ങളുണ്ടാകും, പരിശോധനകളുണ്ടാകും, കഷ്ടതയുണ്ടാകും. പരിഭ്രമിച്ചു പോകണ്ട, നിരാശപ്പെട്ടു പോകണ്ട. അയ്യോ, ഞാൻ ദൈവ ഇഷ്ടപ്രകാരമാണല്ലോ വന്നിട്ട്, ഇതാണോ എനിക്ക് പറ്റിയത് എന്നൊന്നും ദുഃഖിക്കേണ്ട. ദൈവത്തിന് അതിലൊക്കെ ഉദ്ദേശങ്ങൾ കാണും. വേറൊരു കാര്യം, ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ഒരു കുടുംബമോ കടുത്ത പരിശോധനയുടെ തീച്ചൂളയിൽ കൂടെ പോകുന്നത് കാണുമ്പോൾ പെട്ടെന്ന് വിധി പറയണ്ട. അവർ ദൈവത്തിൻ്റെ മുൻപാകെ നേരോടെ നടക്കുന്നില്ല, അവരയോഗ്യമായിട്ടാണ് നടക്കുന്നത്. ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ വന്നവർ പറഞ്ഞതുപോലെ പെട്ടെന്ന് പറഞ്ഞു പോകരുത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് നടക്കുമ്പോഴും പ്രശ്നങ്ങളുണ്ടാകാം, പരിശോധനകളുണ്ടാകാം. ദൈവം അത് മാറ്റിത്തരുന്നത് വരെ നാം ശാന്തമായി ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആവശ്യം. പക്ഷേ ഇത്ര വിശ്വാസവീരനായ അബ്രഹാം പോലും അവിടെ അടിതെറ്റിപ്പോയി. ഘോരമായ ക്ഷാമത്തിൽ നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. അത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു പിന്മാറ്റമായിരുന്നു. മിസ്രൈമിലേക്ക് പോകാൻ പാടില്ലായിരുന്നു, പക്ഷേ പിന്മാറിപ്പോയി. ഇവിടെ ഒരു വസ്തുത കാണണം. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം കാര്യങ്ങളെ ഉള്ളതുപോലെ സത്യമായി പ്രതിപാദിക്കുന്ന വചനമാണ്. അബ്രഹാമിനെ കുറിച്ച് കുറേ നല്ല കാര്യം മാത്രം പറഞ്ഞ് അങ്ങ് ശോഭിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയല്ല. അബ്രഹാമിന് വന്ന വീഴ്ച, അബ്രഹാമിന് വന്ന താഴ്ച, അതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തിനാ? നമ്മളും അതുപോലെ വീണാലും താണാലും സാരമില്ലെന്ന് പറയാനാണോ? അല്ലല്ലല്ല. വിശ്വാസവീരനായ അബ്രഹാമിന് പോലും ഇത്തരത്തിലുള്ള പിന്മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഞെളിയാതെ ഭയപ്പെടണം, നീ ഭയത്തോടെ ദൈവസേവ ചെയ്യണം. ഇത് നമ്മെ പ്രബോധിപ്പിക്കാനാണ്. ഏതായാലും അബ്രഹാം എളുപ്പത്തിൽ ക്ഷാമമില്ലാത്ത ദേശത്തെ നോക്കി ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, ആ മിസ്രൈമിലേക്ക് പോയി. പക്ഷേ ദൈവത്തിന് അബ്രഹാമിനെ പാഠം പഠിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുവാൻ ആവശ്യമായി വന്നു. പഠിച്ച പാഠം നമുക്കൊക്കെ അറിയാം. സ്വന്തം ഭാര്യ ഫറവോൻ്റെ മുറിയിൽ പോകേണ്ടതായിട്ട് വന്നു. എന്തൊരു ഗതികേടെന്ന് നോക്കൂ. എന്നാൽ ദൈവം നല്ലവൻ. ദൈവം നമ്മൾ എന്തെങ്കിലും ഒരു കുറവോ കുറ്റമോ ഒരു വീഴ്ചയോ താഴ്ചയോ വന്നാൽ പുറന്തള്ളുന്നവനല്ല. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പ്രമാണം. നമ്മെ ചില അച്ചടക്കങ്ങളിൽ കൂടെയൊക്കെ നടത്തുമെങ്കിലും യഥാസ്ഥാനപ്പെടുത്തുവാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ദൈവം ഫറവോൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. അവൻ ആ ഭാര്യയെ അങ്ങ് അബ്രഹാമിന് വിട്ടുകൊടുത്തു. എന്നിട്ട് ആ ഫറവോൻ തന്നെ അബ്രഹാമിന് കുറേ സമ്മാനങ്ങൾ കൊടുത്തു. കേവലം മാനുഷിക വീക്ഷണകോണത്തിൽ നിന്നും നോക്കിയാൽ ഇങ്ങനെ പറയാം, എന്താ മോശം, ഇച്ചിരി ഒരു പിന്മാറ്റം വന്നെങ്കിലും ഇപ്പം എന്തായി? ആടുമാടുകളുടെ കൂട്ടം, ദാസീദാസന്മാർ വേണ്ടത്. സുഖമല്ലേ, സൗകര്യമല്ലേ? ഞാനതിനെ പിന്മാറ്റത്തിൻ്റെ നേട്ടം എന്നിങ്ങനെ ഇൻവേർട്ടഡ് കോമയിട്ട് വിളിക്കുക. പിന്മാറ്റത്താലുണ്ടാകുന്ന ലാഭം. അബ്രഹാം പിന്മാറിപ്പോയത് കൊണ്ട് വലിയ മൃഗസമ്പത്ത്, വലിയ ആൾ സമ്പത്ത് എല്ലാം കിട്ടി. പക്ഷെ ഒരു കാര്യം അറിയാമോ? ആ മൃഗസമ്പത്ത് തന്നെയാണ് അബ്രഹാമിനെയും ലോത്തിനെയും
വേർപിരിക്കത്തക്കതായ ഘടകങ്ങളായി പോയത്. ആ ദാസീദാസന്മാരിൽ നിന്നുള്ള ഹാഗാർ എന്ന മിസ്രൈമ ദാസിയാണ് ഇസ്മായേലിന് ജന്മം കൊടുക്കാനിടയായത്. ദൈവജനത്തിൻ്റെ ശത്രുവായി അന്നും ഇന്നും തുടരുന്ന ഇസ്മായേല്യർക്ക് ജന്മം നൽകാൻ ഈ ഹാഗറിൽ കൂടെയാണ് ഇടയായത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുക, പിന്മാറ്റത്താൽ ലഭിക്കുന്നതായ നേട്ടം ഒരു കണിയാണ്, അതൊരു ശാപമാണ്. ഇന്നും ഉദ്യോഗത്തിലിരിക്കുന്ന അനേക ആളുകൾ, വിശ്വാസികളിലും ചിലർ അങ്ങനെ ഉണ്ടെന്ന് അറിയുന്നത് ദുഃഖമാണ്. എന്താണെന്നറിയാമോ? അവരുടെ സ്ഥാനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഒന്ന് കണ്ണടച്ചാൽ, ഒന്ന് മുഖം തിരിച്ചു പിടിച്ചാൽ, ഒന്ന് ഒപ്പിട്ട് കൊടുത്താൽ വേണ്ട പണം കിട്ടും. ചില ഉദ്യോഗസ്ഥർക്ക് ശമ്പളത്തേക്കാൾ കൂടുതൽ കിമ്പളമാണ് കിട്ടുന്നത് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ദൈവമകനെ, നിനക്കതരുത്. തെറ്റായ മാർഗത്തിൽ, പിന്മാറ്റാവസ്ഥയിൽ, അനാത്മീകമായ നിലയിൽ നീ നേടുന്നതൊക്കെ ഒരു നേട്ടമായിട്ടിപ്പോൾ തോന്നിയാലും അത് നിനക്കും നിൻ്റെ കുടുംബത്തിനും ഒരു കെണിയായി ഭവിക്കും, ഒരു ശാപമായി ഭവിക്കും. അതൊരിക്കലും അങ്ങനെ നേടാതിരിക്കുന്നതാണ് നല്ലത്. പിന്മാറ്റത്താൽ ഉണ്ടാകുന്ന നേട്ടം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദ്രവ്യാഗ്രഹം കൊണ്ട് പിന്മാറിപ്പോയതല്ല, അതെടുത്തു പറയണം. ക്ഷാമം വന്നപ്പോൾ സഹിക്കവയ്യാഞ്ഞിട്ട് പോയതാ. എന്നാൽ ഇന്ന് ക്ഷാമവുമൊന്നും ഇല്ലെങ്കിൽ പോലും ദ്രവ്യാഗ്രഹം മുഖാന്തരം വിശ്വാസികൾ തണുത്തു പോകുവാൻ, പിന്മാറിപ്പോകുവാൻ ഇടയാകുന്നു. പണത്തിനു വേണ്ടി ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണം എന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും ഇന്നും അനേക ദൈവമക്കളെപ്പോലും പിശാച് ആ വഴിക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ ചിലപ്പോൾ യൂദ ഇസ്കര്യോത്തവനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവൻ 11 പേരുടെ കൂടെ നടന്നിരുന്നവനായിരുന്നെങ്കിലും അവൻ കള്ളനായിരുന്നു. ആ ശിഷ്യയായ സ്ത്രീ കർത്താവിൻ്റെ കാൽക്കൽ ഒഴിക്കാൻ ആ പരിമള തൈലത്തിൻ്റെ ആ പാത്രം പൊട്ടിച്ച് ആ സൗരഭ്യമുള്ള പരിമളം പൂശുന്ന സമയത്ത് യൂദ പറഞ്ഞത്, ഇതെന്തിന് ഈ വെറും ചെലവ്? ഇത് വിറ്റ് കിട്ടുന്ന പണം ദരിദ്രർക്ക് കൊടുക്കായിരുന്നല്ലോ. അവിടെ താഴെ നാം വായിക്കുന്നുണ്ട്, ദരിദ്രരോടുള്ള വലിയ ഭാരം കൊണ്ടൊന്നുമല്ല, പണസഞ്ചിയിലിട്ട പണം അവൻ എടുത്തു വന്നിരുന്നു, അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്. അങ്ങനെയുള്ളവനായിരുന്നു യൂദ. യൂദയ്ക്കിതാ ഒരു സന്ദർഭം. യേശുവിനെ ഒറ്റിക്കൊടുത്താൽ 30 വെള്ളിക്കാശ്, വലിയൊരു സംഖ്യ ഒരുമിച്ച് കയ്യിൽ വരും. വായിൽ വെള്ളം ഊറുന്നത് പോലെയാണ് 30 വെള്ളിക്കാശ്. അതിൻ്റെ പളപളക്ക്, അതിൻ്റെ തിളക്കം, ഇതൊക്കെ അവൻ വലിയ സന്തോഷത്തോടെ ഓർത്തുകൊണ്ടിരുന്നു. ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരുന്നു. 30 വെള്ളിക്കാശ് കിട്ടും. ഏതായാലും സന്ദർഭം വന്നപ്പോൾ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് 30 വെള്ളിക്കാശ് അവൻ വാങ്ങിച്ചു. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരികയാണ്. യേശുവിനെ വധിക്കുവാൻ തക്കവണ്ണം വിധിച്ചു എന്ന കാര്യമൊക്കെ അവൻ കേട്ടു. അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമായി, ഭാരമായി. ഈ 30 വെള്ളിക്കാശ് പളപളപ്പുള്ള, തിളക്കമുള്ള, ആകർഷകമായ ഒരു കാര്യം എന്നതിനേക്കാൾ ഇത് വേണ്ടെന്ന് വെക്കാനാണ് ഇപ്പോൾ തോന്നുന്നത്. ചെന്ന് ആ യഹൂദ പുരോഹിതന്മാരോട്, ആ ശാസ്ത്രിമാർ, പരീശന്മാർ അവരോടൊക്കെ പറഞ്ഞു, ഞാനേ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു, എനിക്ക് ഈ വെള്ളിക്കാശൊന്നും വേണ്ട, ഇതാ എടുത്തോളൂ. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട, അതൊക്കെ നീ തന്നെ നോക്കിയാൽ മതി. അയ്യോ, ഈ വെള്ളിക്കാശ് വെച്ചിരിക്കാൻ നിവൃത്തിയില്ലാതെയായി. മുൻപ് എന്തൊരു ആകർഷകമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാ, ഇപ്പോൾ കൈ പൊള്ളുന്നത് പോലെ. ഇത് ആരും വാങ്ങിക്കുന്നില്ല. അവസാനം കൊണ്ട് ദൈവാലയത്തിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് ആകർഷകമായി തോന്നി നാം വാരിക്കൂട്ടുന്ന അനാത്മിക വഴികളിൽ, ലോക വഴികളിൽ സൂത്രവും തന്ത്രവും ഉപയോഗിച്ച് നാം നേടുന്നതൊക്കെ നമ്മുടെ കൈ പൊള്ളിക്കുകയുള്ളൂ കേട്ടോ. നമുക്കത് ശാപമായിട്ടേ പരിണമിക്കൂ. പാഠം നാം പഠിക്കണം. ഏതായാലും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു. അബ്രഹാം തിരിച്ച് ദൈവത്തിൻ്റെ പാതയിലേക്ക് വന്നു എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്കും പിന്മാറ്റത്തിൻ്റെ അവസ്ഥ വരാതിരിക്കട്ടെ, ദ്രവ്യാഗ്രഹത്തിൻ്റെ പരിശോധന വരാതിരിക്കട്ടെ. പക്ഷെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും അളവിൽ പെട്ടുപോയാൽ ഉണരുക, യഥാസ്ഥാനപ്പെടുക, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരിക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെ വാക്യങ്ങൾ വായിച്ചാൽ അവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പ്രയാസം കാണാൻ കഴിയും. അതെന്താണെന്നറിയാമോ? അബ്രഹാമിൻ്റെ ഇടയന്മാർക്കും ലോത്തിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ വലിയ ശണ്ട. ഇടയന്മാർ തമ്മിൽ ശണ്ട കൂടേണ്ട കാര്യം എന്താ? അതെന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അത് പച്ചമേച്ചിലുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള ശണ്ടയായിരിക്കും. അബ്രഹാമിന് കൂട്ടം കൂട്ടായിട്ട് ആടുമാടുകളുണ്ട്, ലോത്തിനുമുണ്ട്. അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും ഈ ആടുമാടുകളെയും കൊണ്ട് പോകുമ്പോൾ നല്ല പച്ച പുല്ലുള്ളൊരു സ്ഥലം കാണുമ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ട് വരിക. അപ്പോൾ അവർ തമ്മിൽ ശണ്ടയായി. ഞാനല്ലേ ആദ്യം വന്ന്, നീ പോ. ഇതൊക്കെ ആയിരിക്കാം. ഈ ശണ്ട മൂത്തു വരാനിടയായി. ഞാൻ മനസ്സിലാക്കുന്നത് ലോത്തിൻ്റെ അടുക്കൽ ഇടയന്മാർ വന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് അബ്രഹാമിൻ്റെ ഇടയന്മാരുമായിട്ട് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായി. ആ പുല്ല് നല്ലവണ്ണമുള്ള സ്ഥലത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉണ്ട്, അവരും വരുന്നു, അങ്ങനെ ശണ്ടയായി എന്നൊക്കെ റിപ്പോർട്ട് പറയുമ്പോൾ ഞാൻ ന്യായമായി അനുമാനിക്കുന്നത് ലോത്ത് പറഞ്ഞു കാണും, നിങ്ങൾക്കങ്ങ് കയറി അവരെ അങ്ങ് തള്ളി മാറ്റായിരുന്നില്ലേ? നിങ്ങളൊക്കെ എന്തുവാ അങ്ങ് മാറ്റണം, ബലമായിട്ട് നമ്മുടെ ആടുകൾക്കും മാടുകൾക്കും തീൻ കൊടുക്കണം എന്നുള്ള നിലയിൽ ഈ ശണ്ടയ്ക്ക് മൂർച്ച കൂട്ടുന്ന നിലയിലായിരിക്കും ലോത്ത് പറഞ്ഞു കാണുക. അങ്ങനെ അനുമാനിക്കാൻ എന്താ അവകാശം? അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ. ശരിയാ, എഴുതിയിട്ടില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അബ്രഹാം വന്ന്, ലോത്തേ, നമ്മൾ തമ്മിൽ ശണ്ട ഉണ്ടാകരുത്, ദേശമെല്ലാം നിൻ്റെ മുൻപിൽ കിടക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ള ദേശം നീ എടുത്തോ, നീ വേണ്ടാന്ന് പറയുന്ന ദേശത്തേക്ക് ഞാൻ പോയിക്കൊള്ളാം എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ ലോത്ത് എന്താ ചെയ്തത്? ലോത്ത് അബ്രഹാമിനോട് വേണ്ട, നമുക്ക് പകുതി പകുതിയായിട്ട് എടുക്കാമെന്നൊന്നും പറയല്ല ചെയ്തത്. ലോത്ത് നോക്കി ആ നീരോട്ടമുള്ള പ്രദേശം മുഴുവനും അവനായിട്ടെടുത്തു. അത്ര സ്വാർത്ഥ താല്പര്യമുള്ളവനാ ലോത്ത്, അത്ര തൻ്റെടിയായിരുന്നു ലോത്ത്. അതുകൊണ്ടാണ് ലോത്ത് ഈ ശണ്ടയിൽ മൂർച്ച കൂട്ടിക്കൊണ്ടായിരിക്കും ഇരുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം. അബ്രഹാമിൻ്റെ ഇടയന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ലോത്തിൻ്റെ ഇടയന്മാരുമായിട്ട് ശണ്ടയുണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ ന്യായമായിട്ട് അനുമാനിക്കുന്നത് അബ്രഹാം പറഞ്ഞു കാണും, നിങ്ങളങ്ങ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമായിരുന്നില്ലേ? നിങ്ങൾ എന്തിനാ ശണ്ടയ്ക്ക് പോയത്? അങ്ങനെ ശണ്ടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന നിലയിലായിരിക്കും അബ്രഹാം പറഞ്ഞു കാണാം. അതങ്ങനെ അനുമാനിക്കാൻ എന്താ സാധ്യത? അബ്രഹാമിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നതായ കാര്യം, ശണ്ടയിടാതിരിക്കാൻ ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുത്തോളാൻ ലോത്തിനോട് പറഞ്ഞത് അബ്രഹാം. അങ്ങനെ വിട്ടുകൊടുക്കുന്ന അബ്രഹാം ഏതെങ്കിലും ഒരു ചെറിയ പുൽമേടയ്ക്ക് വേണ്ടി ഇടയന്മാരോട് പോയി ശണ്ടയിട്ടോ എന്ന് പറയൂ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ന്യായമായിട്ട് ഞാൻ അങ്ങനെ അനുമാനിക്കുന്നത്. എന്നു മാത്രമല്ല, ഒടുവിൽ സഹി കെട്ടു. ഈ ശണ്ട അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ എന്നുള്ളതിന് പകരം അബ്രഹാമും ലോത്തും തമ്മിലായി വരും എന്ന് അബ്രഹാമിന് മനസ്സിലായി. അപ്പോൾ അബ്രഹാം ചെന്ന് ലോത്തിനോട് പറയുന്നതാണ്, സഹോദര ലോത്തെ, ദേശമെല്ലാം നിൻ്റെ മുൻപിലിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. അബ്രഹാം അങ്ങനെ പറയുന്നതിന് പ്രധാനമായി മുഖാന്തരമായ ഒരു കാര്യം നാം അവിടെ വായിക്കുന്നുണ്ട്. 7-ാം വാക്യം ഞാനൊന്ന് വായിക്കാം കേട്ടോ, ശ്രദ്ധിച്ചോളൂ. 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരീസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. ഒരു വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നു അബ്രഹാമിൻ്റെ ഇടയന്മാർക്കും ലോത്തിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി, ശണ്ടയുണ്ടായി. അതേ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നു കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. ശേടാ, ഇത് രണ്ടും തമ്മിൽ എന്തോ ബന്ധം? ഇവിടെ രണ്ടുപേരുടെ ഇടയന്മാർ തമ്മിൽ ശണ്ടയിടുന്നു, ശരി. അന്ന് ദേശത്ത് കനാന്യരും പെരിസ്യരും പാർത്തിരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഇതാണ് അതിൻ്റെ കണക്ഷൻ. കനാന്യരും പെരീസ്യരും ഒക്കെ പുറജാതികളാണല്ലോ. അവരൊക്കെ ജീവനില്ലാത്ത ദൈവങ്ങളെ ഭജിക്കുന്നവരല്ലേ? അബ്രഹാമും ലോത്തും ജീവനുള്ള ദൈവമായ യഹോവയെ ഭജിക്കുന്നവരാണ്.
അവർ ആ ദേശത്ത് പാർക്കുമ്പോൾ അവരുടെ വാമൊഴിയാലും പ്രവൃത്തികളാലും അവരുടെ ആരാധനയാലും യാഗപീഠത്താലൊക്കെ അവർ വെളിപ്പെടുത്തുന്നത് അതാണ്, ഞങ്ങൾ ഏക സത്യദൈവമായ യഹോവയെ സേവിക്കുന്നവരാണ്. എന്നിട്ട് ദൈവാത്മാവ് സൂചിപ്പിക്കുക, അന്യദൈവങ്ങളെ, ജീവനില്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ് കനാന്യരും പെരിസ്യരും എന്ന് പറയുകയും സാക്ഷിക്കുകയും ചെയ്യുന്ന, അതേസമയം ജീവനുള്ള ഏകസത്യ ദൈവത്തെ ഭജിക്കുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന അബ്രഹാമും ലോത്തും ഈ കനാന്യരുടെയും പെരിസ്യരുടെയും നടുവിൽ ഇവിടെ ശണ്ടയിടുന്നു. അതുകൊണ്ട് ഈ ജാതികളുടെ മധ്യത്തിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. അബ്രഹാമിന് അതാ സഹിക്കാൻ പറ്റാത്തത്. കന്നുകാലികൾക്ക് വേണ്ടതായ പച്ച പുൽമേടുകൾ ലഭിച്ചോ ഇല്ലയോ അത് രണ്ടാം കാര്യം. എന്നാൽ ജീവനുള്ള ദൈവത്തെ ഭജിക്കുന്നവരെന്ന് സ്വന്തമായി അവകാശപ്പെടുന്ന അബ്രഹാമിനും ലോത്തിനും ഇടയ്ക്ക് ഈ കനാന്യരുടെയും പെരിസ്യരുടെയും നടുവിൽ വെച്ച് ശണ്ടയുണ്ടാവുക എന്നുള്ളത് ദൈവത്തിന് അപമാനമാണ്. അത് അബ്രഹാമിന് സഹിക്കാൻ വയ്യ. യഹോവയുടെ നാമം ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം, ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ടാണ് അബ്രഹാം അന്ന് ലോത്തിനോട്, ലോത്തെ സഹോദര, നമുക്ക് തമ്മിൽ പിണക്കമരുത്, ദേശമെല്ലാം നിൻ്റെ മുൻപിലിരിക്കുന്നു, നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. നോക്കുക അബ്രഹാമിൻ്റെ ഹൃദയം, ദൈവത്തോടുള്ള അവൻ്റെ കൂറും ഭക്തിയും നമുക്കവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. ഇനി നമ്മൾ ലോത്തിനെ കുറിച്ച് കാണുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്രഹാം ലോത്തിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ലോത്ത് ചെയ്യേണ്ടത് അങ്ങനെയല്ല. അബ്രഹാമേ, നിന്നെയാണ് ദൈവം വിളിച്ചിറക്കിയത്, ഞാൻ നിൻ്റെ പുറകെ വന്നതാ, അതുകൊണ്ട് നീ ദേശം നിനക്ക് ഇഷ്ടമുള്ള ആദ്യം തിരഞ്ഞെടുത്തോ, എന്നിട്ട് ഞാൻ മറ്റിടത്ത് പോകാം എന്നാണ് പറയേണ്ടത്. ആകട്ടെ, അത്രയ്ക്ക് പറഞ്ഞില്ലെങ്കിലും വേണ്ട, കുറഞ്ഞ പക്ഷം ലോത്തിന് പറയാം, നമുക്ക് നീരോട്ടമുള്ള പ്രദേശമൊക്കെ രണ്ടായിട്ട് വിഭജിക്കാം. അപ്പോൾ ഒരു ഭാഗം നിനക്കും ഒരു ഭാഗം എനിക്കും, അങ്ങനെ സമമായിട്ട് നമുക്കെടുക്കാം എന്നെങ്കിലും പറയണമായിരുന്നു. അത് ചെയ്തില്ല. ചില ആർത്തിയുള്ള കുഞ്ഞുങ്ങൾ ആഹാരം മുഴുവനും മറ്റുള്ളവർക്ക് കൊടുക്കാതെ തങ്ങളുടേതുപോലെ വലിച്ചു വെക്കുന്നത് പോലെ ലോത്ത് നോക്കി. ആ യോർദാൻ പ്രദേശമൊക്കെയും നീരോട്ടമുള്ള പ്രദേശമെന്ന് കണ്ടു. അത് മുഴുവനും അവൻ തനിക്കായിട്ടെടുത്തു. അബ്രഹാമിന് പിന്നെ കേവലം ഊഷര മരുഭൂമിയാണ് താൻ വിട്ടത്. ലോത്തിൻ്റെ നോട്ടം കാഴ്ചയാലുള്ള നോട്ടമായിരുന്നു. മാനുഷികമായിട്ട് ബുദ്ധിയോടെ അവൻ ഇടപെട്ടത്. അവൻ ആ നീരോട്ടമുള്ള പ്രദേശമൊക്കെ തൻ്റെ മൃഗസമ്പത്തിനെ നന്നായിട്ട് സംരക്ഷിക്കുവാനും വളർത്തുവാനും മതിയായതെന്ന് കണ്ട് അതൊക്കെ വാരിപ്പിടിച്ചു. പക്ഷേ അബ്രഹാമിൻ്റെ നോട്ടമോ, അബ്രഹാമിൻ്റെ നോട്ടം വിശ്വാസത്താലുള്ള നോട്ടമായിരുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലായിരുന്നു അബ്രഹാം നോക്കിയത്. ദൈവമാണ് സകലത്തിൻ്റെയും ഉടയവൻ, അവൻ എന്തും നൽകാൻ കഴിയും എന്ന് അബ്രഹാം മനസ്സിലാക്കി. ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അബ്രഹാം എല്ലാം വിട്ടുകൊടുത്തു. ലോത്തിന് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ അബ്രഹാം അനുവദിച്ചു. പക്ഷേ കാഴ്ചയാലുള്ള നോട്ടം എന്ന് പറയുമ്പോൾ മാനുഷികമായിട്ട് ബുദ്ധിയോടുകൂടെയുള്ള നോട്ടമാണെങ്കിലും ലോത്തിന് താൻ തിരഞ്ഞെടുക്കുന്ന ദേശം തൻ്റെ പെൺമക്കളെ വളർത്താൻ പറ്റിയ ദേശമാണോ എന്ന് നോക്കാൻ കഴിഞ്ഞില്ല. അതാണ് കാഴ്ചയാലുള്ള നോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ നിലയിൽ ലോത്ത് അബ്രഹാമിനെ പിരിഞ്ഞ് സ്വാർത്ഥതയോടുകൂടെ എല്ലാ പച്ചപ്പുള്ള ദേശവും തനിക്കായിട്ട് എടുത്ത് പോയി. അങ്ങനെ പോയെങ്കിലും അബ്രഹാമിന് ലോത്തിനോട് സഹോദര പ്രീതി നിലനിന്നിരുന്നു. ആശ്ചര്യകരമായി അത് വെളിപ്പെടുത്തപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, നാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വായിക്കുന്നത് പോലെ, ഉൽപ്പത്തി പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 5 രാജാക്കന്മാർ വന്ന് ഈ സോദോം ഗോമോറയിലുള്ള രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ച് സോദോമിലെ സമ്പത്ത് മുഴുവനും ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ അടിമകളുമാക്കി കൊണ്ടുപോയി.
അങ്ങനെ കൊണ്ടുപോയ ശേഷം ഈ കാര്യം അറിഞ്ഞ ഒരാൾ ഓടി അബ്രഹാമിൻ്റെ അടുക്കൽ വന്നു. അബ്രഹാമേ, രാജാക്കന്മാർ വന്ന് സോദോം ഗോമോറയൊക്കെ തോൽപ്പിച്ചു, അവിടുത്തെ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയി, നിന്റെ സഹോദരനായ ലോത്തിനെയും അവർ പിടിച്ചുകൊണ്ടുപോയി. ഈ റിപ്പോർട്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്തു, അബ്രഹാം ഇത്ര തികഞ്ഞ ഒരാത്മീയനല്ലായിരുന്നെങ്കിൽ, സഹോദരപ്രീതിയിൽ ഇത്ര തികഞ്ഞ ഒരു വ്യക്തി അല്ലായിരുന്നെങ്കിൽ അബ്രഹാം എന്തോ വിചാരിക്കും? ഇപ്പോൾ ലോത്തിനൊരു നല്ല പാഠം കിട്ടി. എന്നെ പറ്റിച്ച് ദേശം മുഴുവൻ കൈക്കലാക്കി പോയപ്പോൾ ഓർത്തില്ല, ഒരാൾ മേലെ ജീവിച്ചിരിപ്പുണ്ട്, ദൈവം തമ്പുരാൻ. ഇപ്പോൾ ഇതാ ദൈവം ന്യായമായി ഇടപെട്ടിരിക്കുന്നു, നീതിയോടെ പ്രവർത്തിച്ചിരിക്കുന്നു. ഇതിലൊന്നും തലയിടാൻ ഞാനില്ല. ലോത്തിനെ കൊണ്ടുപോയെങ്കിൽ കൊണ്ടുപോകട്ടെ, ദൈവം അനുവദിക്കുന്നതാ, ഞാനിതിലൊന്നും ഇടപെടാനായിട്ട് ആളല്ല എന്ന് വിചാരിക്കാം. ആരും തെറ്റ് പറയുകയില്ല. അത്ര ഹീനമായിട്ടാണ് ലോത്ത് അബ്രഹാമിനോട് ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാമിന് അത് മതി. പക്ഷേ പ്രിയമുള്ളവരെ, ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ വാർത്ത കേട്ടതായ അബ്രഹാം ചാടി എഴുന്നേറ്റ് തൻ്റെ ദാസന്മാരോട് പറയുകയാണ്, എല്ലാവരും ആയുധധാരികളായിട്ട് യുദ്ധത്തിന് പുറപ്പെടുക. അബ്രഹാമിൻ്റെ കീഴിൽ ആയുധധാരികളായി അഭ്യാസികളായി ആളുകളുണ്ടായിരുന്നു, ദാസന്മാരുണ്ടായിരുന്നു. അവരിൽ 318 പേരെ ആയുധം ധരിപ്പിച്ചുകൊണ്ട് അബ്രഹാം അവരെയും കൂട്ടി ഈ ജയ ശ്രീലാളിതമായി പോയിക്കൊണ്ടിരുന്ന രാജാക്കന്മാരെ അവരെ പിന്തുടർന്ന് അവരെ പിടികൂടി അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് സോദോമിലെ സമ്പത്ത് മുഴുവനും ലോത്തിനെയും ഒക്കെ തിരികെ കൊണ്ടുവന്നു. അബ്രഹാമിന് തൻ്റെ സഹോദരനായ ലോത്തിനോടുള്ള പ്രിയം. ലോത്ത് മാനുഷികമായും കുടുംബപരമായും ബന്ധപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, യഹോവയായ ദൈവത്തെ ആരാധിക്കുന്ന നീതിമാന്മാർ എന്ന നിലയിൽ ലോത്ത് അബ്രഹാമിന് വിശ്വാസത്തിലും സഹോദരനാണ്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ആ സഹോദര പ്രീതി ഇന്ന് നമ്മെയും ഉണർത്തേണ്ടതാണ്. നമുക്കെന്തെങ്കിലും ദോഷകരമായി ചെയ്തു എന്നോ നമ്മളോട് എന്തെങ്കിലും മോശമായി സംസാരിച്ചു എന്നോ ഒക്കെയുള്ള കാരണങ്ങളാൽ നാം നമ്മുടെ കൂട്ടു സഹോദരങ്ങളോട് പക, പിണക്കം, കോപം ഇതൊക്കെയല്ലേ വെച്ച് പുലർത്തുന്നത്? നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചവരെങ്കിലും അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമോ? അബ്രഹാമിനെ നോക്കി പാഠം പഠിക്കാമോ? തൻ്റെ ജീവനും തൻ്റെ ദാസന്മാരുടെ ജീവനും പണയം വെച്ചുകൊണ്ട് കുതിക്കുകയാണ് അബ്രഹാം. ആർക്കു വേണ്ടി? ലോത്തിനെ വിടുവിച്ച് കൊണ്ടുവരുവാൻ. ഓ ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവം ഉണർത്തുമാറാകട്ടെ. അബ്രഹാമിൻ്റെ സഹോദര പ്രീതിയെ വെളിപ്പെടുത്തുന്ന മറ്റൊരു സംഭവവും നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. അത് നാം വായിക്കുന്നത് ആ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിലാണ്. അവിടെ നാം വായിക്കുമ്പോൾ ആ സോദോം ഗോമോറയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ച കാര്യത്തോട് ബന്ധപ്പെട്ട് അബ്രഹാമിനെ ദൈവം ആ വിവരം അറിയിച്ചു. സോദോമിനെ ഞാൻ നശിപ്പിക്കാൻ പോവുക. ഉടനെ അബ്രഹാമിൻ്റെ ഹൃദയത്തിലൊരു തീ കത്തി. ലോത്ത് അവിടെ ഉണ്ടല്ലോ, എൻ്റെ സഹോദരൻ. അപ്പോൾ സോദോമിനെ മുഴുവൻ ദൈവം ദഹിപ്പിക്കുമ്പോൾ ലോത്തും പട്ടുപോകില്ലേ? അപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, നീ നീതിമാന്മാരെയും ദുഷ്ടന്മാരോടുകൂടെ നശിപ്പിക്കുമോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല, ദൈവം പറഞ്ഞു. എന്നിട്ട് അബ്രഹാം ചോദിക്കുക, 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ നീ ആ ദേശത്തെ മുഴുവൻ അങ്ങനെ ദഹിപ്പിച്ചു കളയോ? ഇല്ല, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കില്ല. ഞാൻ വിചാരിക്കുന്നത് അബ്രഹാം വിചാരിച്ച് കാണും, ഈ ലോത്ത് അവിടെ പോയി പാർത്ത് ഇപ്പോൾ ഈ കാലം കൊണ്ട് തൻ്റെ സാക്ഷ്യ ജീവിതം മുഖാന്തരം 19 പേരൊക്കെ യഹോവയുടെ ഭക്തിയുള്ളവരായിട്ട് തീർന്നിട്ട് അവിടെ കാണും എന്ന് വിചാരിച്ചായിരിക്കും. ഏതായാലും ദൈവം 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിനൊരു പേടി. ഇനി 50 ഇല്ലെങ്കിലോ, ഒരു 45 ഉള്ളെങ്കിലോ? അപ്പോൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ഒരു പക്ഷേ 5 കുറഞ്ഞ് ഒരു 45 ഉള്ളെങ്കിൽ നീ നശിപ്പിക്കുമോ? ഇല്ല, ഞാൻ നശിപ്പിക്കില്ല. അപ്പോൾ പിന്നെയും 45 ഇല്ലെങ്കിലാ, 40 ആണെങ്കിലോ, അത് കഴിഞ്ഞ് 30 ആണെങ്കിലോ, അത് കഴിഞ്ഞ് 20 ആണെങ്കിലോ? നോക്കുക, ആർക്ക് വേണ്ടി അത്ര കിഴിഞ്ഞ് ഈ നിലയിലൊക്കെ യാചിക്കുന്നത്? ലോത്തിന് വേണ്ടിയാ.
തീഷ്ണതയുള്ള ദൈവത്തിൻ്റെ മുൻപിൽ നിന്നാണ് ഈ പറയുന്നത്. 50 പറഞ്ഞു, 45 പറഞ്ഞു, 40 പറഞ്ഞു, 30 പറഞ്ഞു, 20 പറഞ്ഞു. ഇങ്ങനെയൊക്കെ കുറയ്ക്കുമ്പോൾ അബ്രഹാമിന് പേടിയുണ്ട്. അതുകൊണ്ട് അബ്രഹാം പറയുന്നുണ്ട്, യഹോവേ കോപിക്കരുത് കേട്ടോ, ഞാൻ ഒന്നും കൂടെ ചോദിച്ചോട്ടെ, ഇനി ഒരു 10 പേരെ ഉള്ളെങ്കിൽ നീ നശിപ്പിക്കുമോ? 10 പേരുണ്ടെങ്കിലും നശിപ്പിക്കില്ല. പ്രിയമുള്ളവരെ, ഈ അബ്രഹാം ആർക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ മുൻപാകെ ഇത്ര കിഴിഞ്ഞ്, ഇത്ര ഭയാനകമായ നിലയിൽ, ഭയപ്പെടേണ്ടതായ നിലയിൽ കേണപേക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ലോത്തിനു വേണ്ടിയാ. തനിക്കെതിരായിട്ടെല്ലാം ചെയ്ത ലോത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുൻപാകെ അഭയയാചന അർപ്പിക്കുന്നവനായ അബ്രഹാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമുക്കറിയാം. ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവരെ അവരെ നിങ്ങൾ അനുഗ്രഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കുവാൻ, അഥവാ അവരിൽ നിന്ന് എന്തെങ്കിലും വാക്കേറ്റമുണ്ടായി, എന്തെങ്കിലും പെരുമാറ്റ ദൂഷ്യമുണ്ടായി എന്ന് വന്നാൽ പോലും അവരെ കരുതുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരുമായിട്ടുള്ള സ്നേഹബന്ധം യഥാസ്ഥാനപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ നമുക്ക് എത്രയോ ആവശ്യമുണ്ട്. നാം ശത്രുക്കളായിരുന്നപ്പോഴല്ലേ കർത്താവ് നമ്മെ സ്നേഹിച്ചത്? എന്നിട്ട് നമ്മോട് അന്യോന്യം സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഈ അന്യോന്യമുള്ള സ്നേഹത്തിൽ നാം എത്രയോ കുറഞ്ഞുപോയി. ദൈവമക്കളുടെ ഡിക്ഷണറിയിൽ പറയാൻ പാടില്ലാത്തതായ അസൂയ, പിണക്കം, പക, കോപം, കൂറ്റാരം, ജാരശങ്ക, ഇതൊക്കെ പലരും വെച്ച് പുലർത്തുന്നില്ലേ? നമുക്ക് ഉണരാം, നമുക്ക് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവെ, ക്രിസ്തുവിൻ്റെ അതേ ഭാവം എനിക്ക് തരണമേ, എൻ്റെ സഹോദരനെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനാ മനോഭാവത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. അബ്രഹാമിൻ്റെ ജീവിതം നമുക്കതിനൊരു മാതൃകയായിരിക്കട്ടെ.